നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ജനുജനാർദ്ദനൻ. തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവോള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി അല്ലി, ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് പൊട്ടിക്കുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി സവോള അരിഞ്ഞ് വെച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള നല്ല രീതിയിൽ വഴന്ന് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സവോള നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്തിട്ട് നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം. തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരണം, അതുവരേക്കും നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ തക്കാളി നല്ല രീതിയിലൂടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും ഒരു 15 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. സ്വല്പം വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഇത് ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ട് പൊട്ടിക്കുക. വറ്റൽമുളക്, കറിവേപ്പില ചേർത്തിട്ട് നമ്മുടെ തക്കാളി ചട്നിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ രുചികരമായ തക്കാളി ചട്നി ഇവിടെ റെഡി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനുജനാർദ്ദനൻ. ബായ്.